ഹായ് ഫ്രണ്ട്സ്, ബീൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാമേ. അതിനായിട്ട് നമുക്കിതെല്ലാം പൊളിച്ച് അരിയാമേ. ഇത് കണ്ട് ഇങ്ങനെയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ചെറിയ പീസ് മതി, ഒത്തിരി വലുതാക്കണ്ട. വലുതുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. വെള്ളം തിളച്ചിട്ടുണ്ടേ, നമുക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാമേ. ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാമേ. തീ ഓഫ് ചെയ്തിട്ട് മതി. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതിനകത്ത് കിടന്നൊന്ന് വേവൊന്നും വേണ്ട, അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ചൂടുവെള്ളത്തിലിട്ടിരിക്കുന്നത്. നമ്മളിനി വറുത്ത് കോരുന്നതാണ് ഇത്. ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാമേ. ഇത് ആദ്യം ഞാനൊരു 2 പ്രാവശ്യം കഴുകിയിട്ടാണ് ചൂടുവെള്ളത്തിലിട്ടത്. ഒരു 4 സ്പൂണ് മൈദയും 4 സ്പൂണ് കോൺഫ്ലവറും കൂടാണ്. ഇത് മിക്സ് ചെയ്യാമേ. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതും കൂടി ഇട്ട് കൊടുക്കാമേ. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പുരട്ടിയെടുക്കാമേ. ആദ്യം വേണം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇതാകുമ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം കൂടിപ്പോത്തുമില്ല, അത് പുരണ്ട് കിട്ടുകയും ചെയ്യും. പൊടി ആദ്യം ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് വാരിയിട്ടാലും മതി. നമ്മളെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാമേ. എണ്ണ ഒഴിക്കുവാണേ. എണ്ണ ചൂടായിട്ടുണ്ട്, ഇട്ട് കൊടുക്കാമേ. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂക്കുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാമേ. ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് വിട്ട് എടുക്കാമേ. അല്ലെങ്കിൽ അത് മൂത്ത് കഴിയുമ്പോൾ ഇളകി വരും, ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം. ഇത് മൂത്തിട്ടുണ്ട്, കോരിയെ നമുക്ക് അടുത്ത് ഇടാം. അടുത്തത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 പോലും പറ്റിയിട്ടില്ലേ. എല്ലാം മൂത്ത് കഴിയുമ്പോൾ എല്ലാം ഓരോന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളെല്ലാം വറുത്ത് കോരിട്ടുണ്ട്. ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ പച്ചമുളക് ഇടുവാണ്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാള ഇടുവാണ്. സവാള കണ്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തത്. നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇളക്കി എടുക്കുവേ. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാമേ. സവാള വഴന്നിട്ടുണ്ട്. ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് അരച്ചതാണ്. ഒരു സ്പൂൺ മുളക് പൊടിയേ. നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല. ഇപ്പം വേണമെങ്കിൽ കളറും കൂടെ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ചേർത്താൽ മതി, അപ്പം നല്ല ചുമന്നിരിക്കും. കുറച്ച് കുരുമുളക് പൊടിയെ, 1 സ്പൂണില്ല, ഒരു 3/4 സ്പൂണ്. നല്ല എരിയുള്ള കുരുമുളക്. ഒരു 2 സ്പൂണ് സോയാ സോസ് ഒഴിക്കുകയാണ്. ടൊമാറ്റോ സോസ് ഒരു 3-4-5 സ്പൂൺ ഒഴിക്കാമേ.
എന്നിട്ട് നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാമേ, ഈ മസാല എല്ലാം ഒന്ന് മിക്സ് ആകാൻ മാത്രമേ. എന്നിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കണേ. എല്ലാം തിളച്ചിട്ടുണ്ട്, നമുക്കിത് ഇട്ട് കൊടുക്കാമേ. ഇതിനകത്ത് ഉള്ളിത്തണ്ടും കൂടി ഇടേണ്ടതാണ്. ഉള്ളിത്തണ്ട് കടയിൽ ചെന്നിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കാമേ. എല്ലാം ഇളക്കിയിട്ടുണ്ട്. എല്ലാം ഒന്ന് അതെല്ലാം ഫ്ലവറേലൊന്ന് പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇടണം. ഇപ്പോഴേ എന്തെങ്കിലും പോരാഴി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാമേ. ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ എല്ലാം തിന്നാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.